ഹായ്, ഞാൻ ലേജു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോഴോ ലോകത്തോട് തുറന്നു പറയുമ്പോഴോ നമ്മൾക്ക് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും. അങ്ങനെ ഇപ്പം എൻ്റെ ജീവിതം എടുത്താൽ തന്നെ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ് പണി കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാം. നമ്മൾ ഒന്നും എല്ലാവരോടും തുറന്നു പറയരുത്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണേ പോലും നമ്മളുടെ ജീവിതത്തിൻ്റെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ടല്ലോ, നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്നതൊക്കെ ചെയ്യണം, നമ്മളുടെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഒരിക്കലും വെട്ടിത്തുറന്ന് പറയരുത് ഒരു മനുഷ്യനോടും. കാരണം നമ്മൾക്കത് എട്ടിൻ്റെ പണി തിരികെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാവേ. നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമില്ലേ? അങ്ങനെ എനിക്കും ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തികളോടും പറയാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണേ പോലും നമ്മൾ അവരോട് ഒരു കാരണവശാലും പറയരുത്. നമ്മളത് പ്രവർത്തിച്ചു കഴിഞ്ഞേ നമ്മൾ പറയുകയേ ചെയ്യാവുള്ളൂ. കാരണം എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം, ഒന്നല്ല പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒന്നുമല്ലാതെ ആയിപ്പോയി. ഞാൻ നേരത്തെ, അതായത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ഒരു ബിസിനസ് പരമായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. വലിയ ബിസിനസ്സൊന്നും അല്ല കേട്ടോ, ചെറിയ ചെറിയ ബിസിനസ്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടങ്ങളിൽ എന്താ പറയുക, ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അതിന് മുന്നേ ഓൺലൈൻ വഴി വേറെ കുറച്ച് ബിസിനസ് ചെയ്യണം. അതിലൊരെണ്ണം ഞാൻ പറയാം, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷയോടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കി. ഞാൻ കൊച്ചിയിൽ വിളിച്ചിട്ട്, ഇതിൻ്റെ കടയിൽ വിളിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ചു. എല്ലാം ഞാനിങ്ങനെ നമ്പറെല്ലാം തപ്പിയെടുത്ത് അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മുൻകൈയോടെ ഞാൻ മുൻകൈയിട്ടിറങ്ങി. എന്നിട്ട് എന്താ കുറച്ച് ഓൺലൈനിൽ കൂടെ ചെയ്യുന്നവരോടും എല്ലാവരോടും എല്ലാം ഞാനിങ്ങനെ നമ്പരെല്ലാം മേടിച്ചിട്ട് തിരക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇതെങ്ങനെയാണ് വിൽക്കേണ്ടതെന്ന് പോലും ഞാൻ മെയിനായിട്ടൊരു എനിക്കൊരിതുണ്ടായിരുന്നു. കാരണം ഒരു കടയിൽ വെച്ചിട്ട് അത് നമുക്കത് വിറ്റഴിക്കാം എന്നുള്ള പ്രതീക്ഷയെല്ലാം ഉണ്ടായിരുന്നു. സമ്മതിച്ചു, അങ്ങനെ വെച്ചോളാൻ പറഞ്ഞു. നമുക്കതിലൊന്നും ഒരു വിഷയമില്ല. അത് ഓക്കെ, നമ്മൾ ഇന്നെടുത്തെന്ന് പറഞ്ഞാലും അത് നമുക്ക് വിറ്റ് പോകും. പക്ഷെങ്കിൽ ഞാനിത് കുറച്ച് വ്യക്തികളോട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഇന്നതാണ് ആഗ്രഹം, ഞാനിങ്ങനെ ചെയ്യാൻ പോവാണ്, എങ്ങനെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ തിരഞ്ഞു ഇവരോട്. അതാണ് എനിക്ക് ഏറ്റവും വന്ന വലിയ മണ്ടത്തരം. കാരണം എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഇത് വാങ്ങാൻ എടുക്കാൻ എല്ലാത്തിനും ജിസ്നയുടെ സപ്പോർട്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ടായിരുന്നു. പക്ഷെ എന്നാന്നറിയാൻ മേല, നമുക്കതിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെങ്കിൽ അതാണെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു എനിക്കിങ്ങനെ ഗോൾഡ് കവറിങ്ങിൻ്റെ ഒരു ബിസിനസ് ചെയ്യണമെന്ന്. പക്ഷെങ്കിൽ എന്നാ ചെയ്യാനാ, നടന്നില്ല. ഞാൻ ഒരു 2-3 മാസം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് എങ്ങും എത്തുന്നില്ല. എന്നാ കാരണമെന്ന് എനിക്കും അറിയത്തില്ല. അപ്പം നമ്മളുടെ ഇങ്ങനെ നമ്മൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ആരുമായിട്ട് നമ്മളിത് പങ്കുവെക്കരുത്. നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യത്തെക്കുറിച്ച് അത് നമ്മളെ തകർത്ത് കളയും. കാരണം നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിൻ്റെ എന്നാ പറയുന്നത്, നേരെ നെഗറ്റീവ് നമ്മളിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും പോസിറ്റീവ് ആരും പറഞ്ഞു തരികയില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്താണോ ലക്ഷ്യമുള്ളത് ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഒരു മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, കുടുംബത്തിലെ രഹസ്യങ്ങൾ, ഇതൊന്നും പറയരുത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം. ഇപ്പം എൻ്റെ അപ്പൻ ശകലം വെള്ളം അടിക്കുന്ന ആളാണ്. അത് പണ്ടാരണ്ട് പറഞ്ഞ പോലെ വീട്ടിൽ തന്നെയല്ല, പുള്ളിക്ക് എപ്പോൾ ഇഷ്ടം തോന്നുന്നു അന്നേരപ്പോഴൊക്കെ പുള്ളി കാശ് കൊടുത്ത് വെള്ളം അടിക്കുന്ന ആളാണ്. പിന്നെ പുള്ളി തന്നെ പണിത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് പുള്ളി വെള്ളം അടിച്ച് നടക്കാറുമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരിടത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം പോകുമ്പം നമ്മളെ അതേ കണ്ണുകൊണ്ട് തന്നെ മനുഷ്യന്മാർ കാണുന്നത്. അല്ലേ ആ കിറങ്ങിയടിച്ച് നടക്കുന്ന പുള്ളിയുടെ മോളല്ലേ ആ പോകുന്നത്, ഇവ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിനുള്ളിലെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആൾക്കാരെ നമ്മളോട് താരതമ്യപ്പെടുത്തുക. ഇപ്പം നമ്മൾ ആ ഒരു രീതിയിലോ അല്ലെ നമ്മൾ അങ്ങനെയോ അല്ല ജീവിക്കുന്നത്. പിന്നെ നമ്മളെ ആ രീതിക്ക് കാണേണ്ട കാര്യങ്ങളില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും നമ്മൾ ആരോടും പറയാൻ നിൽക്കേണ്ട. നമ്മൾ അവരെന്ത് വേണമെങ്കിലും കാണിച്ചോളട്ടെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ നല്ല രീതിയിൽ നടക്കുക. ഇതൊന്നും പറയാനാണെങ്കിൽ മനുഷ്യന് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം എനിക്കറിയാം, ഞാനൊക്കെ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മിക്കരും പറയുന്നൊരു വാചകമുണ്ട്, നമുക്കറിയാം, നമ്മൾ പിന്നെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതാ പുള്ളിയുടെ മോളല്ലേ, അപ്പൻ രാവിലെ തൊട്ടേ തണ്ണിയ മോള് വീഡിയോ ചെയ്യുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മളെ പോലെ ഇതുപോലെ ഒരു 2 വാക്ക് ഇതുപോലെ പറയാനുള്ള ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. ഇപ്പം അപ്പൻ മദ്യപാനി ആണെന്നോ അല്ലെങ്കിൽ എന്നാ പറഞ്ഞേ മറ്റുള്ളവർ വേറെ രീതിയിലാണെന്നും പറഞ്ഞ് നമ്മളതുപോലെ നടക്കുന്നില്ലല്ലോ. അപ്പം നമുക്കങ്ങനെ നടക്കാത്തടത്തോളം കാലം നമുക്ക് പറയാനുള്ളൊരു വോയിസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്നൊരു കാര്യം ചോദിച്ചു, അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായി, നമുക്കവിടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്ക് അവരോട് അത് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഒരു തെറ്റ് കണ്ടു നമുക്കൊന്ന് ചൂണ്ടിക്കാട്ടണമെങ്കിൽ നമ്മൾ അതേ വ്യക്തി ആയിരിക്കണം. ഇപ്പം കള്ളു കുടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് ഉപദേശിക്കാൻ കള്ളു കുടിക്കാത്ത ആൾക്ക് മാത്രമേ അതിന് പറയാൻ അർഹതയുള്ളൂ. ആ ആൾ അങ്ങനെ ആണെങ്കിൽ, ചേട്ടാ നാളെ തൊട്ട് കള്ളു കുടിക്കരുത്, അല്ലെ ചേട്ടൻ അത് ആരോഗ്യത്തിന് പ്രശ്നമാണ് എന്നൊക്കെ ഒന്ന് ഉപദേശിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കണം. അത്രയും മാത്രം നമ്മൾ കരുതിയാൽ മതി. തന്നെയാണ് പണം. നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, എല്ലാവരും ഉണ്ടാവും കേട്ടോ. പണമില്ലാത്തവൻ പിണമാണ്. ഒരു വാക്യം തന്നെയുണ്ട്, ഒരു പഴമൊഴി തന്നെയുണ്ട്, പണമില്ലാത്തവൻ പിണമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് ഒരു വ്യക്തി നമ്മളുടെ കയ്യിൽ നിന്ന് എപ്പോഴും പൈസ വാങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളോട് ആത്മാർത്ഥത ആ വ്യക്തിക്ക് എത്രത്തോളം ഉണ്ടെന്നറിയണമെങ്കിൽ ഒരു നിമിഷം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു പക്ഷെങ്കിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കാം നമ്മൾ കൊടുക്കാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമല്ലോ. കാരണം നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് നമ്മളോട് എപ്പോഴും പണം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടേ കൊടുക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഉണ്ടേ കൊടുക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പോലും ഞാൻ മാറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുകൊണ്ട് ലാസ്റ്റ് എൻ്റെ ആവശ്യത്തിന് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന സാഹചര്യവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പണം നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആരോടും പറയാതിരിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് മതി. അല്ലെ എൻ്റെ ഇന്ന് പൈസ ഇല്ലയെന്നൊന്ന് ഒന്ന് പറഞ്ഞു കഴിയുമ്പം ഇവരുടെ ആത്മാർത്ഥത അറിയാം. ആ ഒരു മുഖത്തെ മനോഭാവത്തിൽ നിന്നും സ്വരത്തിൽ നിന്നും നമുക്കറിയാൻ പറ്റും നമ്മളോട് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന്. കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഒരു നിമിഷം കിട്ടാതെയാവുമ്പോൾ നമ്മളുടെ തനി സ്വഭാവം പുറത്തു വരും. ചുറ്റുപാടുകളെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ പണത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക. എന്നാ പറഞ്ഞത്, ഇപ്പം നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം നമ്മൾക്കൊരു കാര്യം കൂടുതലായി തന്നിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാത്തവന് കൊടുക്കാൻ പഠിക്കണം. അത് ദൈവം ഒരു പക്ഷെങ്കിൽ എനിക്കത് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ, പണമാണേലും എന്തായാലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം നമുക്ക് ആ വ്യക്തിനെ കൊണ്ടുണ്ടാക്കാൻ പറ്റത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് ദൈവം നിനക്കത് തരുന്നത്. അപ്പം നിനക്ക് ദൈവം അളവിൽ കൂടുതൽ തരുന്നുണ്ടെങ്കിൽ നീ ഇല്ലാത്തവനൂടെ കൊടുക്കാനൂടെ ബാധ്യസ്ഥനാണ്, അല്ലേ? അല്ലാതെ നമ്മൾ കുറേ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ഒന്നും നേടാനില്ല. നമ്മളും മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിലേക്ക് പോകും. അത് ഏത് രാജാവായെന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യനും മരണപ്പെട്ട് കഴിയുമ്പം മണ്ണിലേക്കാണ് പോകുന്നത്. ഒന്ന് തന്നെയാണ്, എല്ലാം മണ്ണിലേക്കാണ് ചേരുന്നത്. ആ ഒരു ബോധ്യം എപ്പോഴും വേണം. കാരണം നമ്മളെല്ലാം ഒരു 6 അടി മണ്ണിൽ കിടക്കേണ്ടവരാണ്. നമ്മളിതൊന്നും നമ്മൾ എങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നില്ല. എന്താ പറയുന്നത്, നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ ഒന്നുമില്ലാതെയായിട്ടാണ് വരുന്നത്. നമുക്ക് ഇത്രയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ളൊരു സന്മനസ്സ് കാണിക്കണം. അല്ലാതെ എന്താ പറയുന്നത്, ഇപ്പം വ്യക്തിക്ക് ഒരു നേരത്തെ ഒരു ആഹാരം ഇല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം. കാരണം ഈ തൊണ്ടയുടെ താഴോട്ട് ആ ഭക്ഷണം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്നാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, ഊഹിച്ചാൽ മതി. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വയറ് നിറയുന്നത് വരെ അയാൾക്കത് കഴിക്കാനും പറ്റത്തുള്ളൂ. ആ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എത്ര പൊന്നിൻ്റെതാണെന്നും പറഞ്ഞാലും അവരത് കഴിക്കത്തില്ല. മനസ്സിന് സംതൃപ്തി. അപ്പം നമുക്കുള്ളത് നമ്മൾ സംതൃപ്തിയോടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതും കൂടെ ചെയ്യുക. ദൈവം നിനക്ക് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കും കൂടെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്.
എന്താ പറയുക, നമ്മളൊന്നും ആരും ഒന്നും പൂർണ്ണത നേടിയിട്ടൊന്നും അല്ല. മനുഷ്യൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഏത് കാര്യത്തിലായാലും നമ്മൾക്ക് മറ്റൊരു ആളിനെ ആശ്രയിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഞാൻ ഈ പറഞ്ഞു വരുമ്പം ചിലപ്പം ചില വാക്കുകളൊക്കെ ചിലപ്പം കയറി വരുന്നുണ്ട്, അത് ക്ഷമിക്കുക. കാരണം ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ആ ഒരു മനസ്സിലേക്ക് അന്നേരം വരുന്നൊരു കാര്യം പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു.